കാളികാവിലെ നരഭോജക്കടുവയെ പിടികൂടാൻ കുങ്കിയാന മുത്തങ്ങയിൽ നിന്നും കുഞ്ചു എന്ന കുങ്കിയാനയെ എത്തിച്ചു. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 25-അംഗ RRT ടീമാണ് ദൗത്യത്തിലുള്ളത്. അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്യാമ്പ് ചെയ്യുന്ന RRT ടീം 3 സംഘമായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തും. ഇന്ന് ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കും. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് CP ഫിറ്റിംഗ്സ്. കടുവാക്രമണമുണ്ടായ പ്രദേശത്ത് വനം വകുപ്പ് 50-ലധികം ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തും. CCFO ഉമ, സൗത്ത് DFO ധനിക്ലാൽ തുടങ്ങിയ ഉന്നത വനം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയെ പിടികൂടാൻ കുങ്കിയാനയെ വയനാട്ടിൽ നിന്ന് പാറശ്ശേരി GLP സ്കൂളിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു കുങ്കിയാനയെ കൂടി എത്തിക്കും. കടുവാ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കുങ്കിയാനയെ ഉപയോഗിച്ച് രാവിലെ മുതൽ തന്നെ തിരച്ചിൽ തുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവയെ മയക്കുവെടിവെച്ച് പിടിക്കുക ദുഷ്കരമാണെന്ന് വിദഗ്ധർ പറയുന്നത്. വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യമെങ്കിലും ഇത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ജീവനോടെ പിടിക്കുന്നതിലാണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരം ചേർന്ന സമിതി തീരുമാനിച്ചത്. നിലമ്പൂർ സൈലന്റ് വാലി കാടുകളോട് ചേർന്ന് കിടക്കുന്ന ചെങ്കുത്തായ വനപ്രദേശമാണിത്. ഇടതൂർന്ന് അടിക്കാടുകൾ വളർന്നു നിൽക്കുന്നതിനാലും മലഞ്ചെരിവുകൾ ഉള്ളതിനാലും കടുവയെ പിന്തുടർന്ന് കണ്ടെത്തുക എളുപ്പമാവില്ല. കാട്ടിനുള്ളിൽ ആൾപെരുമാറ്റമുണ്ടായാൽ കടുവ ഉൾവനത്തിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. മയക്കുവെടിയേറ്റാലും മയങ്ങി വീഴാൻ സമയമെടുക്കുമെന്നും ഈ സമയം കടുവ ആക്രമണകാരിയാകാനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു. കുങ്കിയാനകളെ വെച്ച് കടുവയെ ട്രാക്ക് ചെയ്യുന്നത് കൂടുതൽ സുരക്ഷിതമാണെങ്കിലും ചെങ്കുത്തായ സ്ഥലങ്ങളിൽ മയക്കുവെടിവെക്കുക പ്രയാസമാകും. വെടിവെക്കുന്നതിന് മുമ്പ് സംഘത്തിലെ ഡോക്ടർമാർ തിരിച്ചറിയുകയും ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുകയും വേണം. വനാതിർത്തിയിൽ കൂട് സ്ഥാപിച്ച് പിടിക്കാൻ ശ്രമിക്കുന്നതിനാണ് കൂടുതൽ വിജയസാധ്യതയെന്നും വിദഗ്ധർ പറയുന്നു. കേരള വിഷൻ, കാളികാവ്.